വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. തെക്കൻ ഇസ്രായേലിലെ ഒരു മിലിറ്ററി അക്കാദമിയിലെ ബിരുദദാന ചടങ്ങിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസംഗം ഖത്തറിൽ ഇപ്പോൾ നടക്കുന്ന ഗസ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന്റെ ചർച്ചയെ പാടെ തകിടം മറിക്കുന്ന രൂപത്തിലായിരുന്നു. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. നാം ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വളർച്ചയിൽ ശത്രുക്കൾ അസൂയാലുക്കളാണ്. ഇപ്പോഴും മുമ്പുമായി നമുക്കുള്ള വ്യത്യാസം നമ്മെ കൊല്ലാൻ വരുന്ന ശത്രുക്കളെ ശത്രുക്കളോട് ഏറ്റുമുട്ടാനും അവരെ നമ്മുടെ രാജ്യത്തു നിന്നും പുറത്താക്കാനുമുള്ള നമ്മുടെ കഴിവാണ്, നമ്മുടെ ശക്തിയാണ്. ഒക്ടോബർ 7 ഹമാസിന്റെ കാടൻ അക്രമത്തിനെതിരെ നാം ഈ കൊടിക്കയിൽ നിന്നുകൊണ്ട് ഒരേ മനസ്സും ഒരേ ശരീരവുമായി അതിനെ എതിർത്തു. നാം ഉറച്ചു നിൽക്കുകയും അവരെ നേരിടുകയും ചെയ്തു. തീർച്ചയായും നമുക്ക് തന്നെയാണ് വിജയം. ഈ വിജയം ഇനിയും തുടർന്നുകൊണ്ടിരിക്കാൻ നാം ഇവിടെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഉറച്ച ലക്ഷ്യം നമ്മെ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ സമ്മതിക്കുന്നില്ല. ഏതുവരെ? നമ്മുടെ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ. എന്താണ് നമ്മുടെ ലക്ഷ്യം? അത് ഹമാസിന്റെ ഉന്മൂലനവും നമ്മുടെ ബന്ദികളുടെ മോചനവുമാണ്. മാത്രമല്ല, ഇനിയൊരിക്കലും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഗസയിൽ നിന്നും നമുക്കൊരു ആക്രമണം ഉണ്ടാവുകയില്ലെന്ന്, നമുക്കൊരു ഭീതി ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതോടൊപ്പം ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്നും കുടിയിറക്കപ്പെട്ട ഒഴിഞ്ഞുപോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ യാതൊരു ഭയവും കൂടാതെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യവും ഉണ്ടാവണം. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയാൻ ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. അത് ഈ ലക്ഷ്യങ്ങൾ നേടുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി എത്ര സമയം എടുക്കേണ്ടി വന്നാലും ശരി. എന്നിട്ടിപ്പോഴും ഒരുപറ്റം വിഡ്ഢികൾ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് അംഗീകരിക്കുമെന്ന മോഹം വെച്ച് അമേരിക്കയുടെ കാപ്പട്യത്തിൽ വീണ് ഖത്തറിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരറിയുന്നില്ല അവരുടെ വിലപ്പെട്ട സമയമാണ് വൃഥാവിലാകുന്നതെന്ന്. അമേരിക്ക അറബ് രാജ്യങ്ങളെ വിഡ്ഢിവേഷം കെട്ടിക്കുകയാണെന്ന് കഴിഞ്ഞ 9 മാസക്കാലമായിട്ടും നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ വാദഗതി തന്നെയായിരുന്നു. നെതന്യാഹുവിന്റെ വാക്കുകളിൽ ഇന്നുവരെ മാറ്റമുണ്ടായിട്ടില്ല. എന്നിട്ടും അറബ് ലോകത്തിനും മധ്യസ്ഥ സമൂഹത്തിനും അത് മനസ്സിലാവുന്നില്ല. നെതന്യാഹുവിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഹമാസിന്റെ ഉന്മൂലനവും ഇസ്രായേൽ തടവുകാരുടെ മോചനവും അവരെ തിരികെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതുമാണ്. അതേസമയം ഇസ്രായേലിന്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞത് നാം കേട്ടതാണ്. ഹമാസിനെ പരാജയപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. കാരണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ 9 മാസമായിട്ടും ഇസ്രായേൽ സൈന്യം ഹമാസിൽ നിന്നും അനുഭവിച്ചറിഞ്ഞതും അത് തന്നെയാണ്. പക്ഷേ നെതന്യാഹു മാത്രം ആദ്യം പറഞ്ഞ അതേ വാക്കിൽ തന്നെ, അതേ ആശയത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു. ഹമാസിനെ ഇല്ലാതാക്കുമെന്ന അതേ ലക്ഷ്യത്തിൽ, അതേ വാദഗതിയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിന്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്നു. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനെ കുറിച്ച് ബൈഡൻ പറയുമ്പോൾ 4 കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെ കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇവിടെ ആരാണ് സത്യത്തിന്റെ നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് ലോകത്തിന് മനസ്സിലാവുന്നില്ല. ഇസ്രായേൽ പറയുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാതെ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ്. അതേസമയം ഹമാസ് പറയുന്നത് ഇസ്രായേൽ സൈന്യം മുഴുവനായും ഗസ വിട്ടു പോകണമെന്നും ഗസയുടെ ഭാവിയിൽ ഇസ്രായേലിനോ നെതന്യാഹുവിനോ ഇസ്രായേൽ ഭരണകൂടത്തിനോ സൈന്യത്തിനോ യാതൊരു പ്രാതിനിധ്യവും ഉണ്ടാവാൻ പാടില്ല എന്നുമാണ്. ഇതിനിടയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഏത് നിലക്കാണ് അവരുടെ പങ്ക് നിർവഹിക്കുക? എങ്ങനെയാണ് അവർക്ക് ഒത്തുതീർപ്പ് ചർച്ചയിൽ ഒരു പരിഹാരം കാണാനാവുക? അതേസമയം ചില ഇസ്രായേലി മീഡിയകൾ പറയുന്നത് ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നാണ്. അതേസമയം ഹമാസ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിലൊക്കെ ഉറച്ച നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മധ്യസ്ഥന്മാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ഒരു ഉറച്ച തീരുമാനവും മധ്യസ്ഥന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ഇസ്രായേലിലുടനീളം നടത്തിയ പബ്ലിക് ഒപ്പീനിയൻ പോളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 75 മുതൽ 80% ഇസ്രായേലി ജനങ്ങളും ഒരു
പൂർണ്ണതോതിലുള്ള വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധവിരാമം അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്രകാരം പൂർണ്ണ ശത്രുതയില്ലാത്ത ഇരു രാജ്യങ്ങൾ ഉണ്ടാവണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് നെതന്യാഹുവിന്റെ ലക്ഷ്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. ചർച്ചകളും വിരസ്യം വിളമ്പലും എല്ലാം നടക്കുമ്പോഴും ഗസയിൽ പോരാട്ടം കനത്തുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളുടെ ചോരയ്ക്ക് വേണ്ടി ഇസ്രായേൽ സൈന്യം നെട്ടോട്ടമോടുകയാണ്. ഗസയിലെ സുജയ്യ ഡിസ്ട്രിക്റ്റിൽ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 50-ലധികം പേരാണ്. 50-ലധികം നിർദോഷികളായ പലസ്തീൻ ജനതയാണ്. ഗസ സിറ്റിയിലേക്ക് ഭാഗികമായി തിരിച്ചെത്തിയ പ്രാദേശിക ജനങ്ങൾക്ക് കാണാനായത് തകർന്നുടഞ്ഞുപോയ അവരുടെ വീടുകളും അവരുടെ സമ്പാദ്യങ്ങളുമാണ്. കഴിഞ്ഞ ആഴ്ച UN പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ 2 ആഴ്ചകൾക്കുള്ളിൽ ഗസയിൽ നിന്നും സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പലായനം ചെയ്ത പലസ്തീനികളുടെ കണക്ക് 10,000-ലധികമാണ്. ഫലസ്തീൻ സിവിൽ ഡിഫൻസ് വിഭാഗം സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നും ജീവനുള്ള മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി. അവരുടെ കയ്യിൽ യാതൊരു തരം ആയുധങ്ങളോ സംവിധാനങ്ങളോ ഇല്ല. സുജയ്യയിലെ ഏകദേശം 80% വീടുകളും തകർന്നു പോയിട്ടുണ്ട്. പലയിടങ്ങളിലും ശവശരീരങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ബിൽഡിംഗ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യരുടെ നിലവിളികൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദീനരോധനങ്ങൾ കേൾക്കുന്നു. അവരെയൊന്നും സഹായിക്കാൻ ഡിഫൻസ് വർക്കേഴ്സിനാവുന്നില്ല. കാരണം അവരുടെ കയ്യിൽ മതിയായ ആയുധങ്ങളോ ഉപകരണങ്ങളോ ഇല്ല. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ശവശരീരങ്ങളിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സുജയ്യയിലെയും ഗസയിലെ പല ഭാഗങ്ങളുടെയും പല പ്രദേശങ്ങളുടെയും അവസ്ഥ. സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചു വരാൻ ജനങ്ങൾക്കാവുന്നില്ല. ചുറ്റുപാടും യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ നടക്കുന്നതുകൊണ്ട് വീടുകളിൽ കുടുങ്ങിപ്പോയവർക്ക് അന്നമോ വെള്ളമോ മറ്റു മരുന്നോ മറ്റു സംവിധാനങ്ങളോ മറ്റു സാമഗ്രികളോ ലഭിക്കുന്നില്ല. മറ്റു സഹായങ്ങളോ ലഭിക്കുന്നില്ല. ചുരുക്കത്തിൽ ഫലസ്തീൻ ജനത മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആണ് ജീവിക്കുന്നത്. ഭീതിതമായ കാഴ്ചകൾ കണ്ട് കാഴ്ചക്കാരുടെ കണ്ണുകൾ മടങ്ങുകയാണ്. നിസ്സഹായരായി രക്ഷപ്പെടുത്താൻ തയ്യാറുള്ള ആളുകളുണ്ടായിട്ടും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിയാതെ, ആയുധങ്ങളില്ലാതെ, അതിനുള്ള സംവിധാനങ്ങളില്ലാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന സിവിൽ ഡിഫൻസ് വിഭാഗം ഗസയിലുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കേൾക്കുന്ന ദീനരോധനങ്ങളും ഞരക്കങ്ങളും കേട്ട് സഹികെട്ട് സ്വന്തം ദേഹാധ്വാനങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് തകർന്നു പോകുന്ന ഒരു കൂട്ടം പ്രവർത്തകർ. അവർ പറയുന്നത് അവർക്ക് ഇന്ധനം ലഭിക്കുന്നില്ല, മതിയായ ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? എങ്ങനെയാണ് ഞങ്ങൾ ഇവരെ സഹായിക്കുക? സുജയ്യയും ദേറൽ ബലയും ഗസയുമെല്ലാം നിരപരാധികളുടെ ചോരപൂക്കളായി മാറിക്കിടക്കുകയാണ്.